നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനും നിങ്ങളും ഒക്കെയും ഒരു സെൽഫിയുടെ ലോകത്താണ്. പലപ്പോഴും സെൽഫി എടുക്കുക എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിൽ അനാവശ്യമായി കടന്നു വരാറുണ്ട്. എന്നാൽ സെൽഫി വരുത്തുന്ന ആപത്തുകൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. വാർത്തയിലേക്ക്. 17ാം നിലയിലെ അപ്പാർട്ട്മെന്റ് ബാൽക്കണിയിൽ നിന്നും സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് 16കാരി മരിച്ച സംഭവം വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ ഫോട്ടോ പോയിന്റും വാർത്തകളിൽ ശ്രദ്ധ നേടുന്നുണ്ട്. 16കാരിക്ക് ജീവൻ നഷ്ടമായ അപകടം നടന്ന സ്ഥലം ഫോട്ടോഗ്രാഫർമാർക്കും അതോടൊപ്പം ബ്ലോഗർമാർക്കും പ്രിയപ്പെട്ട ഇടമാണ്. ഈ കെട്ടിടത്തിൽ നിന്നും ബുർജ് ഖലീഫയുടെ മനോഹര ദൃശ്യം പകർത്താൻ സാധിക്കും എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. പെൺകുട്ടി ബുർജ് ഖലീഫയുടെ പശ്ചാത്തലത്തിൽ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ മരണത്തിന് കാരണമായ അപകടമുണ്ടായത്. ഫോട്ടോഗ്രാഫർമാരും ബ്ലോഗർമാരും ഇവിടെ വന്ന് ചിത്രങ്ങളും വീഡിയോയും എടുക്കാറുണ്ടെന്നും താമസക്കാർ പറയുന്നു. ബുർജ് ഖലീഫയുടെയും ഡൗൺ ടൗൺ ദുബായിയുടെയും ദൃശ്യങ്ങളാണ് ഇവർ പകർത്താറുള്ളത്. കഴിഞ്ഞ പുതുവർഷത്തിൽ ബുർജ് ഖലീഫയിലെ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഒരു ബ്ലോഗർ വന്നിരുന്നുവെന്നും താമസക്കാർ മൊഴി നൽകി. എന്തായാലും 16കാരിക്ക് ആ കുഞ്ഞു മകൾക്ക് ജീവനാണ് നഷ്ടമായത്. എന്തായാലും സെൽഫി വരുത്തുന്ന ഒരുപാട് ആപത്തുകൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. 2011 2017 ഇടയിൽ ലോകത്ത് 259 ആളുകളാണ് സെൽഫി എടുക്കുന്നതിനിടെ അതുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞത്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തീപിടുത്തം ഉണ്ടാവുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും വെള്ളത്തിൽ കളിക്കുമ്പോഴും എല്ലാം സെൽഫി എടുക്കാനോ ദൃശ്യങ്ങൾ പകർത്താനോ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം. പോലീസ് ഒത്തിരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. അപകടകരമായ രീതിയിൽ സെൽഫി എടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നന്നായി വിലക്കണമെന്നും പറയുന്നുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തീർത്തും ഒഴിവാക്കണം. അപകടത്തെക്കുറിച്ച് എപ്പോൾ ആര് മുന്നറിയിപ്പ് നൽകുന്നോ അത് കൃത്യമായി പാലിക്കണം. ഒന്ന് ഓർക്കേണ്ടത്, കേവലം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായത് ഒരു സെൽഫി കാരണമാണ്. ഇത്രയും പറയാനുള്ളൂ. സൂക്ഷിക്കുക. ദുബായ് പോലീസ് നൽകുന്ന മുൻകരുതലുകൾ എന്തായാലും പാലിക്കാൻ നമ്മളും ശ്രദ്ധിക്കുക. തന്നെ പകർത്തുന്ന ഒരു സെൽഫി നമുക്ക് നമ്മളെ വീണ്ടും കാണണം. ഈ സെൽഫി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുമെങ്കിൽ ഉറപ്പായും സെൽഫി എടുക്കാതിരിക്കുക. പ്രവാസി വാർത്തകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.